പേഴ്സണലൈസ്ഡ് നോട്ടോട് കൂടി ഒരു സാരി കൊറിയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഇന്നലെയാണ് കേട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വരുന്നത്. അത് കണ്ട ഉടനെ അതിനെന്താ ചെയ്യാലോ എന്നാണ് ഞാൻ റിപ്ലൈ കൊടുത്തത്. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കസ്റ്റമർ എന്നോട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്തേക്കാമെന്ന് കരുതി. ആദർശിൻ്റെ പേരിലുള്ള ഒരാളാണ് കേട്ടോ മെസ്സേജ് അയച്ചത്. ആദർശ് നെതർലാൻഡ്സിലാണെന്നാണ് പറഞ്ഞത്. അമല ആദർശിൻ്റെ വൈഫാണ്. വൈഫിന് വേണ്ടിയിട്ടാണ് സാരി ഓർഡർ ചെയ്തത്. വൈഫ് നാട്ടിലാണ് ഉള്ളത്. ദാ ഈ സാരിയാണ് കേട്ടോ അവർ ഓർഡർ ചെയ്തത്. ഇത് നമ്മുടെ 120 കൗണ്ട് വരുന്ന മൽക്കോട്ടൺ സാരിയാണ് കേട്ടോ. വളരെ സോഫ്റ്റാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ആദർശിൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് ഓഗസ്റ്റ് 5-ാം തീയതി. ആ ഫംഗ്ഷൻ ഉടുക്കാനുള്ള സാരിയാണ് ആദർശ് വൈഫിന് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന് ആദർശിന് പങ്കെടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല സ്വന്തം കുഞ്ഞിനെ ഇതുവരെ കാണാനും കൂടെ പറ്റിയിട്ടില്ല എന്ന് ആദർശ് പറയുന്നത്. ഇതിൽ എഴുതേണ്ട ടെക്സ്റ്റ് പറഞ്ഞ എന്താ ആൾ തന്നെയാണ് കേട്ടോ. ആൾ പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഇതായി കാണുന്ന പോലെ ഒരു പേപ്പറിലേക്ക് പകർത്തി എഴുതി. ഈ ഒരു ഓർഡർ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട് അത് ഞാൻ ഇതിനോടൊപ്പം വെച്ച് അയക്കുകയാണ്. എനിക്ക് അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൻ്റെ ഭാഗമാവാൻ പറ്റിയില്ലേ. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അവർ സൂക്ഷിച്ചു വെച്ചേക്കാവുന്ന അവരുടെ ഏറ്റവും ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കാം ഇത്. അങ്ങനെയൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കണ്ടൻറ് ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇത് റാപ്പ് ചെയ്യണത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓരോ ഓർഡേഴ്സിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എഴുതി ചേർക്കാം.